മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു നോവായി മാറിയ പേരാണ് നടി റാണി പത്മിനിയുടേത്. അന്തരിച്ച നടൻ രതീഷിന്റെ നായികയായി സിനിമയിലെത്തി. പിന്നീട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും തിരക്കേറിയ താരമായി മാറിയ റാണി പത്മിനിയുടെയും അവരുടെ അമ്മ ഇന്ദിരയുടെയും അന്ത്യം ഇന്നും സിനിമാ ലോകത്തിന് ഒരു ദുരൂഹതയാണ്. ഹതഭാഗ്യയായ ആ നായികയുടെയും അമ്മയുടെയും ദാരുണമായ കൊലപാതകത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് മുതിർന്ന സിനിമാ പ്രവർത്തകൻ ആലപ്പി അഷ്റഫ്. ഒരു കാലത്ത് വെള്ളിത്തിരിയിൽ തിളങ്ങി നിന്ന റാണി പത്മിനിയുടെയും അമ്മ ഇന്ദിരയുടെയും ജീവിതം ആഡംബരത്തോടുള്ള അഭിനിവേശമാണ് ദാരുണമായ അന്ത്യത്തിലേക്ക് നയിച്ചതെന്നാണ് ആലപ്പി അഷ്റഫിന്റെ പുതിയ വീഡിയോയിലൂടെ വെളിപ്പെടുത്തുന്നത്. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ക്രൂരതകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഈ അമ്മയും മകളും ഇന്നും പഴയകാല സിനിമാ പ്രവർത്തകർക്ക് ഒരു നീറുന്ന ഓർമ്മയാണ്. ആലപ്പി അഷ്റഫിന്റെ വാക്കുകളിൽ റാണി പത്മിനിയെയും അമ്മ ഇന്ദിരയെയും തനിക്ക് അടുത്തറിയാമായിരുന്നു എന്നതാണ് പറയുന്നത്. ഒരിക്കൽ തിരുവനന്തപുരത്ത് ഷൂട്ടിങ്ങിന് പോയപ്പോൾ റാണിയുടെ അമ്മ ഇന്ദിരയുമായി സംസാരിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. മകളെ ഒരു സിനിമാ നടിയാക്കാനുള്ള ഇന്ദിരയുടെ അടങ്ങാത്ത ആഗ്രഹങ്ങളെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും അവർ അന്ന് വാചാലയായി പറഞ്ഞു. സിനിമയിൽ പിടിച്ചു നിൽക്കാൻ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുമെന്ന ഒരു ധ്വനി ആ സംസാരത്തിൽ ഉണ്ടായിരുന്നതായും റാണി പത്മിനിയെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇന്ദിര തന്നോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും അഷ്റഫ് ഓർമ്മിക്കുന്നു. എന്നാൽ ആ സംസാരം തനിക്ക് വലിയൊരു നാശത്തിലേക്കുള്ള യാത്രയായിട്ടാണ് തോന്നിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനിച്ചപ്പോൾ മുതൽ മകളെ നടിയാക്കണമെന്ന ആഗ്രഹമുണ്ടായതുകൊണ്ടാണ് ഇന്ദിര അക്കാലത്തെ പ്രശസ്ത നടി പത്മിനിയുടെ പേര് തന്നെ കുഞ്ഞിന് നൽകിയത്. വളർന്നു വലുതായപ്പോൾ ആദ്യം ഹിന്ദി സിനിമയിലേക്കാണ് ഇന്ദിര മകളെ ശ്രമിപ്പിച്ചത്. എന്നാൽ അത് വിജയിക്കാതെ വന്നപ്പോൾ അമ്മയും മകളും മദ്രാസിലേക്ക് മടങ്ങി. തമിഴ് സിനിമയിൽ ഒരു ഊമയായി അഭിനയിച്ചുകൊണ്ടാണ് റാണി പത്മിനി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. സിനിമയിലെത്തിയ ശേഷമാണ് റാണി എന്ന പേര് കൂടി അവരുടെ പേരിനൊപ്പം ചേർത്തത്. ബാലൻ കെ നായരുമൊത്തുള്ള റാണി പത്മിനിയുടെ സംഘർഷം എന്ന സിനിമയിലെ റേപ്പ് സീൻ അക്കാലത്ത് വലിയ ചർച്ചയായിരുന്നു. ഈ രംഗം കാരണം മാത്രം സിനിമയ്ക്ക് 50% കൂടുതൽ കളക്ഷൻ ലഭിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. ഇതോടെ റാണി പത്മിനി ഗ്ലാമർ വേഷങ്ങളിലെ അഭിവാജ്യ താരമായി മാറി. ദാരുണമായ അന്ത്യങ്ങളുള്ള കഥാപാത്രങ്ങളാണ് റാണി പത്മിനി അധികവും സിനിമയിൽ ചെയ്തത്. പിന്നീട് യഥാർത്ഥ ജീവിതത്തിലും അവർക്ക് സമാനമായ അനുഭവം നേരിടേണ്ടി വന്നു എന്നത് വിധിയുടെ ക്രൂരമായ വിരോധാഭാസമായി മാറുകയുമായിരുന്നു. മലയാളത്തിലും തമിഴിലും തെലുങ്കിലും തിരക്കേറിയ താരമായി മാറിയതോടെ പ്രശസ്തിയും പണവും റാണിയെ തേടിയെത്തി. ചെന്നൈ അണ്ണാനഗറിൽ ഒറ്റപ്പെട്ട് കിടന്നിരുന്ന ഒരു ആഡംബര ബംഗ്ലാവിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു റാണി പത്മിനിയും അമ്മ ഇന്ദിരയും. നിരവധി കാറുകളും സ്വർണ്ണാഭരണങ്ങളും വാങ്ങിക്കൂട്ടിയായിരുന്നു ഇവരുടെ ജീവിതം. എന്നാൽ പക്വതയില്ലാത്ത ഈ അമ്മയും മകളും അവരുടെ ജീവിതത്തിലേക്ക് ട്വിസ്റ്റുകൾ വിളിച്ചു വരുത്തി. പത്രപരസ്യത്തിലൂടെ ഇവർ 3 പുരുഷന്മാരെ ജോലിക്കാരായി നിയമിച്ചു. അതിൽ 2 പേർ കൊടും ക്രിമിനലുകളായിരുന്നു. ഡ്രൈവറായി എത്തിയ ജബരാജ്, പിന്നീട് വാച്ച്മാനായി കടന്നുകൂടിയ ലക്ഷ്മി നരസിംഹൻ, പാചകക്കാരനായ ഗണേഷ് എന്നിവരായിരുന്നു അവർ. റാണി പത്മിനിയുടെയും അമ്മയുടെയും പണത്തെയും സ്വർണ്ണാഭരണങ്ങളെയും കുറിച്ച് ഡ്രൈവറായ ജബരാജിന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. ഒരു ദിവസം മകളെ മോശമായ രീതിയിൽ നോക്കിയെന്ന് ആരോപിച്ച് ഇന്ദിര ജബരാജിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇതിൽ പ്രകോപിതനായ ജബരാജ് സുഹൃത്തുക്കളായ മറ്റ് 2 പേരുടെ സഹായത്തോടെ റാണിയുടെ പണവും സ്വർണവും കവരാൻ തീരുമാനിച്ചു. മോഷണ ശ്രമത്തിനിടെ തടയാൻ ശ്രമിച്ച ഇന്ദിരയെ ജബരാജ് ക്രൂരമായി കുത്തിവീഴ്ത്തി. അമ്മയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ മകൾ റാണി പത്മിനിയെയും ജബരാജ് കുത്തിവീഴ്ത്തി. ഇരുവരുടെയും ദേഹത്ത് ആഴത്തിലുള്ള 17 കുത്തുകളാണ് ഉണ്ടായത്. അതുപോലെ മരണത്തോട് മല്ലിടുന്ന ഇന്ദിരയുടെ മുന്നിൽ വെച്ച് ജബരാജും സുഹൃത്തുക്കളും റാണിയെ മാറി മാറി ബലാത്സംഗം ചെയ്തുവെന്നും കഥകൾ ഉണ്ടായിരുന്നുവെങ്കിലും തെളിവുകളുടെ അഭാവം മൂലം ആ ഭാഗം കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു. കൊലപാതകം നടന്ന് 3 ദിവസത്തിന് ശേഷമാണ് പോലീസ് പോലും വിവരം അറിയുന്നത്. മൃതദേഹങ്ങൾ അഴുകിയിരുന്നു എന്നും പോസ്റ്റ്മോർട്ടം പോലും ബംഗ്ലാവിൽ വെച്ചാണ് നടന്നതെന്നും ആലപ്പി അഷ്റഫ് വെളിപ്പെടുത്തുന്നുണ്ട്. ക്രൂരകൃത്യത്തിലെ 3 പ്രതികളിൽ ഒരാളായ ഗണേശനെ ഇപ്പോഴും പോലീസിന് പിടികൂടാനായിട്ടില്ല എന്നത് ഈ ദുരന്തത്തിന് ഇന്നും പൂർണ്ണത നൽകുന്നില്ല. റാണി പത്മിനിയുടെയും അമ്മ ഇന്ദിരയുടെയും ദാരുണമായ അന്ത്യം ഇന്നും സിനിമാ ലോകത്തിന് ഒരു തീരാ ദുരന്തമാണ്. ആഡംബര ജീവിതത്തോടുള്ള ആഗ്രഹം അവരെ എങ്ങനെയാണ് ഒരു കൊടും കുഴിയിലേക്ക് തള്ളിവിട്ടതെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.